സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും താൽപ്പര്യമുള്ളവർക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ SBI ക്യാപ് സെക്യൂരിറ്റിയുടെ മൊബൈൽ ആപ്പ് SBI സ്മാർട്ട് മണി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്കിൽ എങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ള വീഡിയോ, അതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ഈ കാണുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഇല്ലാത്തവർ ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. SBIയുടെ ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കും ബാങ്കിൽ പോയി നേരിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കും നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം എന്നൊക്കെ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഈ വീഡിയോ. അതുകൊണ്ട് വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ SBI സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം SBI സ്മാർട്ട് മണി, SBI ക്യാപ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്പണായി വരുന്നത്. അപ്പോൾ തന്നെ നമുക്കിവിടെ കാണാം നിഫ്റ്റി, സെൻസെക്സ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാം. ഈ നിഫ്റ്റി എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമുക്കൊരു ഡിജിറ്റ് കാണാം. ഇവിടെ ഒരു ഗ്രീൻ ബട്ടൺ കാണാം. അതായത് ഈ നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണ്. അതേപോലെ ഈ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. ഇവയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇപ്പോൾ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള 50 കമ്പനീസിൻ്റെ ആവറേജ് എടുത്ത് ഒരു ഇൻഡെക്സ് ചെയ്തിട്ടാണ് ഒരു പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നതാണ്. നമുക്കിനി ലോഗിൻ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ക്ലയൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ക്ലയൻറ്റ് കോഡ് നമുക്ക് ഇമെയിലായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ബാങ്കിൽ പോയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അല്ലെങ്കിൽ അവർ തന്നിട്ടുണ്ടാവും. എന്നിട്ട് പാസ്വേഡ് നമ്മൾ ആദ്യമായിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് തന്ന പാസ്വേഡ് അല്ലെ നമുക്ക് ഇമെയിൽ വഴി മെസ്സേജ് വഴി കിട്ടിയ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം. അല്ല എങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമുക്കിങ്ങനെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ പാൻ കാർഡ് എന്നുള്ളിടത്ത് പാൻ കാർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പാൻ നമ്പർ. അപ്പോൾ ക്ലയൻറ്റ് ID, പാസ്വേഡ്, പാൻ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഇത്തരത്തിലായിരിക്കും ഒരു ഇൻ്റർഫേസ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട അതേ സംഭവം തന്നെയാണ്. സെൻസെക്സ്, നിഫ്റ്റി ഇത് രണ്ടും നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത്തരത്തിലായിരിക്കും ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഏറ്റവും താഴെ അല്ല സൈഡായിട്ട് 3 ഡോട്ട്, അതിൽ മോർ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഐക്കൺ അവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ പേരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബിഗിനേഴ്സ്, ഇവിടെ പെൻസിൽ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബിഗിനേഴ്സ്, ഇൻവെസ്റ്റർ, ട്രേഡർ ഇതിലേതെങ്കിലും ആയിരിക്കും കിടക്കുന്നത്. നിങ്ങൾ ബിഗിനേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പോൾ നമുക്ക് ഇവിടെ ഹോം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാം. ഈ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE അല്ലെ സെൻസെക്സ് മുകളിലേക്ക് പോകുമ്പോഴാണ്. റെഡ് കളർ വരുന്നത് താഴേക്ക് വരുമ്പോഴാണ്. നമുക്ക് ഇവിടെ പോയിൻ്റ് നമുക്ക് കാണാം. ഇതാണ് ഇപ്പോഴത്തെ ഓഹരി സൂചിക എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ, രണ്ടാമത് വരുന്നത് പോർട്ട്ഫോളിയോ ഓവർവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് നമുക്ക് ഇവിടെ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത്. ഇവിടെ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകളുടെയും പ്രോഫിറ്റ്, ലാഭവും നഷ്ടമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് കാണാം. ഒരു ദിവസം എത്ര ചേഞ്ച് ചെയ്തു, ഓവറാൾ ഇത്രയാണ് വരുന്നത്. ഇവിടെ ഒരു സ്റ്റോക്കും വാങ്ങിയിട്ടില്ല. നിങ്ങൾ ഒരു സ്റ്റോക്കും വാങ്ങിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ന്യൂസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു വീൽ ചാർട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നതും. നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഇതെല്ലാം ക്ലിയറായി വരുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ
കുറച്ച് റിസർച്ച് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുതിയ സ്റ്റോക്കുകൾ ബിഗിനേഴ്സ് തുടക്കക്കാർക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കാം, അല്ലെങ്കിൽ വരാം. ഇനി ഇവിടെ ഒരു ചെറിയൊരു ആരോ കാണാം, ഇതാ ഇവിടെയായിട്ട് വാച്ച് ലിസ്റ്റിൻ്റെ മുകളിലൊരു നീല കളറിൽ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കണ്ടതുപോലെ തന്നെ കുറച്ചുകൂടെ ഇൻഡെക്സുകൾ കാണാം. അതായത് സെൻസെക്സിൻ്റെ ഇൻഡെക്സ് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി ബാങ്കിൻ്റെ ഇൻഡെക്സ്, അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ 50 NSEയിലെ സ്റ്റോക്കുകളാണ്. അത് കഴിഞ്ഞുള്ള 50 എണ്ണമാണ് ഈ ഇൻഡെക്സിൽ കാണാൻ പറ്റുന്നത്. ഇത് സാധാ ഇവിടെ ഇതും സെയിമാണ്, ഇതും സെയിമാണ്. അടുത്ത് വരുന്നത് നിഫ്റ്റി 24. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. നമുക്കിത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതങ്ങ് മാറും. ഇത് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ രണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമുക്ക് ഓഹരി സൂചിക മുകളിലേക്കാണോ താഴേക്കാണോ നമുക്ക് ചലനങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാനാണ് ഇത് രണ്ടും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരാം. ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം, ഇക്വിറ്റി, ഡെറിവേറ്റീവ്സ്. ഇതിൽ ഇക്വിറ്റി ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, തുടക്കക്കാർക്കെല്ലാം ഇക്വിറ്റിയാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഈ അഡ്വാൻസ് എന്നുള്ളതിലൊന്ന് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി, സെൻസെക്സ് ഇതിൻ്റെ എല്ലാം നമുക്ക് ചാർട്ട്, ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ആവറേജ്, അതായത് ബൈ ചെയ്തത് ഈ ഗ്രീൻ കളറിലും സെല്ല് ചെയ്തത് ഈ റെഡ് കളറിലും നമുക്ക് കാണാം. ഇത് വെച്ചിട്ട് നമുക്ക് ഹോൾഡിങ് പൊസിഷൻ ഇതെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ NSE മാറ്റിയിട്ട് BSE കൊടുത്താലും നമുക്ക് നോക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നതിന് വേണ്ടി. മാർക്കറ്റ് മൂഡ്, ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ലെവല് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിൽ മുകളിൽ മാർക്കറ്റ് മൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് മൂവേഴ്സ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗെയിനേഴ്സ് എന്ന് പറഞ്ഞു, അതായത് ഇപ്പോൾ ഈ ഇത്രയും കമ്പനീസ്, അല്ലെങ്കിൽ ഇവിടെ വ്യൂ ആൾ അടിച്ചാൽ നമുക്കെല്ലാം കാണാം. ഇതാണ് ഏറ്റവും കൂടുതൽ ഒരു ദിവസം റിട്ടേൺ തരുന്ന കമ്പനീസ്. അത് നമുക്കിവിടെ കാണാം. ഒരു മിനിറ്റിൽ മാറുന്ന കാര്യങ്ങൾ, ഒരു സെക്കൻഡിൽ മാറുന്ന ഗെയിനേഴ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാം. അതേപോലെ ഇവിടെ ലോസേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അദാനി പവർ, അതായത് ഒരു ദിവസം കുറവ്, 1 ഡേ റിട്ടേൺ ഒരു ദിവസം കുറവ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്കിവിടെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്കുകൾ, അതായത് മികച്ച സ്റ്റോക്കുകൾ, നമുക്ക് ഷെയറുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഇനി അടുത്ത് വരുന്ന ഇവിടെ NSE മാറ്റി നമുക്ക് വേണമെങ്കിൽ BSE നോക്കാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേണമെങ്കിലും നോക്കാവുന്നതാണ്. അടുത്ത് ഇൻഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് മുകളിൽ. ഇക്വിറ്റിയിൽ ഇൻഡിക്കേറ്റിൽ വരുന്നതും ഇതേ സംഭവങ്ങൾ തന്നെയാണ്, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അടുത്ത് ഈവൻറ്റ് കലണ്ടർ, അതായത് നമുക്ക് ഓരോ ഈവൻറ്റുകൾ, ഓരോ കമ്പനീസിൻ്റെ ഈവൻറ്റുകൾ ന്യൂസായിട്ട് നമുക്ക് വായിക്കാനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എക്കണോമിക്സ് ഇൻഡിക്കേറ്റർ, ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തിവിടെ രണ്ടാമത്തെ ഡെറിവേറ്റീവ്സ് കുറച്ച് പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസുകളാണ്. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല, പിന്നീട് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത് ഇവിടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ വാച്ച് ലിസ്റ്റാണ്. ഈ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകളെ നമുക്ക് ഈ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്കുകൾ നമുക്ക് എപ്പോഴും കാണുന്നതിനും അതിൻ്റെ പൊസിഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഡിഫോൾട്ടായിട്ട് നിഫ്റ്റി ബാങ്ക് 50 ഇവിടെ കിടപ്പുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 50 കമ്പനീസിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ വിപ്രോ, ജസ്റ്റ് അത് കാണാം, വിപ്രോ എന്ന് കാണാം. ഇതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
542.45. ഇത് ഓരോ സെക്കൻഡിലും മാറുന്നത് നമുക്ക് കാണാം. അതുപോലെ ഇതിൻ്റെ വോളിയം, ഇത് എത്ര ടേൺ ഓവറാണ് ഒരു വർഷമുള്ളത്, ഇത്രയാണ് നമുക്ക് കാണുന്നത്. ഇത് എത്ര, ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് ഇത് എത്ര രൂപ ഇന്ന് കുറഞ്ഞു. അതായത് ഈ 542 എത്ര രൂപയാണ് ഇന്ന് കുറഞ്ഞത്, എത്ര ശതമാനമാണ്, ഇതാണ് നമുക്ക്. ഇത് തൽക്കാലം നോക്കണ്ട, ഇത്രയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്കിവിടെ ഇത് ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള, ഇനി നമുക്കിഷ്ടമുള്ള കമ്പനീസുകളെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ ആഡ് ന്യൂ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ടായാലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്കിവിടെ നമുക്കിഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. അതിനുശേഷം ഓക്കെ അടിക്കുക. അപ്പോൾ ഇത് നമ്മുടെ പേരിൽ ഒരു വാച്ച് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ആഡ് ന്യൂ 1. അപ്പോൾ ഒരു വാച്ച് ലിസ്റ്റ് നമുക്കിവിടെ ആഡായത് കാണാം. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വാച്ച് ലിസ്റ്റ് വന്നു. ഇനി നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ഇവിടെ ഈ പ്ലസ് ബട്ടൺ കാണാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ നമ്മൾ സെർച്ച് ചെയ്ത സംഭവങ്ങൾ കാണാം. അതിലിവിടെ ഈ പ്ലസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ആവും. ആവശ്യമുള്ള സ്റ്റോക്കുകൾ, ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്കത് കണ്ടെത്തിയിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ബാക്ക് ബട്ടൺ എടുത്തിട്ട് നമുക്കിവിടെ കാണാൻ ന്യൂ, ഇവിടെ ഇത്രയും സ്റ്റോക്കുകൾ ആഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വാച്ച് ലിസ്റ്റിൽ നമുക്കിഷ്ടമുള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കവയെ വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തിട്ട് അവ കുറയുന്ന സമയത്ത് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇതെല്ലാം കൂടി നിൽക്കുന്നതാണ്. ഇത് കുറഞ്ഞതാണ്. ടാറ്റ മോട്ടോഴ്സ് 2.45 രൂപ കുറഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങാനൊക്കെ പറ്റുന്നതാണ്. നമുക്കിവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്കൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ LTP എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയും ഇത് ഒരു ദിവസത്തെ ചാർട്ടാണ്. അതായത് ലോങ് ടൈം പൊസിഷൻ എന്നാണ് LTP എന്ന് പറഞ്ഞ് വരുന്നത്. അതായത് 326 ആണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഇന്ന് വരാൻ സാധ്യതയുള്ള. 335 അപ്പുറം പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മാക്സിമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വർഷത്തെയാണ് ലോയും ഹൈയും. അതേപോലെ ഇവിടെ ബിഡ് പ്രൈസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഓരോ സെക്കൻഡ്സിലും വാങ്ങുന്ന ആൾക്കാരുടെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 335.25 233 ക്വാണ്ടിറ്റി, അല്ലെ 2000 ക്വാണ്ടിറ്റി, ഇങ്ങനെ ഓരോരുത്തർ വാങ്ങുന്നതാണ്. അതുപോലെ ഇവിടെ ആസ്ക് പ്രൈസ് നമ്മൾ വിൽക്കുന്ന ക്വാണ്ടിറ്റിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഓപ്പൺ, ഇന്ന് ഈ സ്റ്റോക്ക് രാവിലെ ഓപ്പൺ ചെയ്യപ്പോൾ, അതായത് രാവിലെ 9:15 സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന പ്രൈസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തലേ ദിവസം ക്ലോസ് ചെയ്തത്, വൈകുന്നേരം ക്ലോസ് ചെയ്യുന്നത് 3:30 3:30 ക്ലോസ് ചെയ്ത പ്രൈസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തലേ ദിവസത്തെയും ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഈ പ്രൈസിന് നമുക്കൊരു അലർട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ബൈ സെല്ല്, നമുക്ക് സെല്ല് വേണമെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. സെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേക്ക് ആണെങ്കിൽ വാങ്ങാതെ തന്നെ വിൽക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പക്ഷേ ഇൻട്രാഡേ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അന്ന് തന്നെ സെല്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ബൈ ആണ് ഏറ്റവും നല്ലത്. ആദ്യം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഓർഡർ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് ടിക്ക് മാർക്ക് കൊടുക്കരുത്. ഇത് ടിക്ക് മാർക്ക് കൊടുത്താൽ ആഫ്റ്റർ മാർക്കറ്റാണ്, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ഓർഡറിനിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമുക്കിവിടെ പ്രൈസ്, നമുക്കിവിടെ എത്ര രൂപയാണ് ടൈപ്പ് ചെയ്ത് മാറ്റാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇത് 335 ഇപ്പോഴത്തെ പ്രൈസ്. നമുക്കിത് വില കുറയുമ്പോൾ വാങ്ങണമെങ്കിൽ നമുക്ക് 330 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ പ്ലേസ് ഓർഡർ കൊടുത്താൽ ഇത് ഇവിടെ 330 കുറയുമ്പോൾ ഈ ഓർഡർ പ്ലേസ് ആവും. അല്ല എങ്കിൽ നമുക്ക്
ഇതേ പ്രൈസിന് തന്നെ വാങ്ങണമെങ്കിൽ നമുക്കിവിടെ ഈ മാർക്കറ്റ് പ്രൈസ് എന്നുള്ളതിൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. അതായത് നമ്മളിവിടെ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അതേ വിലയ്ക്ക് നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇവിടെ ഡെലിവറി എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ വിൽക്കുന്നതാണ്. അതുപോലെ ഡെലിവറി എന്ന ഓപ്ഷനാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ വിൽക്കാൻ വേണമെങ്കിലും സാധിക്കുന്നതാണ്. അതേപോലെ T+5 കവർ ഓർഡർ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതാദ്യം തുടക്കക്കാർ ഡെലിവറി അല്ലെങ്കിൽ ഇൻട്രാഡേ മാത്രം ഉപയോഗിച്ച് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കവർ ഓർഡറിൻ്റെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഓർഡർ ടൈപ്പ് ഇവിടെ നോർമൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല, ഇവിടെ കുറച്ച് കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ബേസിക്കായിട്ട് പ്ലേസ് ഓർഡർ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇവിടെ മാർക്കറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെക്കൻഡ്സിലും വാങ്ങിയവരെയും വിറ്റവരുടെയും ഒരു ചാർട്ട് നമുക്കിങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതേപോലെ ചാർട്ട്, ഇതും നമുക്കൊരു ദിവസത്തെ ആ ഗ്രാഫ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഏറ്റവും കൂടിയ പ്രൈസാണ്, ഇപ്പോൾ വാങ്ങുന്ന അത്ര നല്ലത്. നമ്മൾ കുറഞ്ഞു വരുന്ന സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും, നല്ലൊരു റിട്ടേൺ കിട്ടും. നമുക്കത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓർഡർ കൊടുക്കാം. ഇവിടെ പ്ലേസ് ഓർഡർ നമ്മൾ കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യുമ്പോഴാണ് ഓർഡർ പ്ലേസ് ആവുന്നത്. അതുപോലെ നമുക്ക് ഈ വാലറ്റിൽ പൈസ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്കിത് ഓർഡർ ആവുള്ളൂ. കൺഫേം ഓർഡർ മീൻ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി. നമുക്ക് കൂടുതൽ ഓർഡറുകൾ വേണമെങ്കിൽ വീണ്ടും ഇവിടെ പ്ലേസ് അനദർ ഓർഡർ കൊടുക്കാം. ഗോ ടു ഓർഡർ ബുക്ക്. നമുക്കിവിടെ നേരത്തെ റിജക്റ്റ് ആയത് കാണാം. ഇപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഓർഡർ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്ത് പെൻഡിങ്ങിൽ വരുമ്പോൾ ഇവിടെ കാണിക്കും. ക്യാൻസൽഡ് ആണെങ്കിൽ ഇവിടെ ക്യാൻസൽഡ് നേരത്തെ 2 റിജക്റ്റ് ആയതാണ് കാണിക്കുന്നത്. ഇത് എക്സിക്യൂട്ടായി. ഇത് നമുക്ക് ചിലർക്ക് ഇത് റിജക്റ്റ് ആണ്. നമ്മുടെ വാലറ്റിൽ പൈസ വേണം. നമ്മൾ ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്താൽ മാത്രമേ, ഈ ആപ്ലിക്കേഷനിലേക്ക് ഫണ്ട് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഓർഡർ പ്ലേസ് ആവുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വില കൂടുന്നത് കുറയുന്ന എല്ലാ കാര്യവും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി കാണാം. ഇത് മോഡിഫൈ ചെയ്യാം. എക്സിറ്റ് അടിച്ച് നമുക്ക് ബാക്കിലേക്ക് പോകാം. ഇനി ഇതിൻ്റെ പൊസിഷൻസ്, ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങി കുറയുകയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് എങ്ങനെ പൈസ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇതിലേക്ക് ഫണ്ട്, ഇവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് മാനേജ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ഫണ്ട് കാണാം. 162 രൂപയെ ഇനി ഉള്ളൂ. 500 രൂപ ഉണ്ടായിരുന്നു. ഒരു ഓർഡർ വാങ്ങി. ഇതാ ഇവിടെ കാണാം ഫണ്ട് യൂട്ടിലൈസേഷൻ, എത്ര വാങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം കാണാം. നമുക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നത് ഇവിടെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫണ്ട് ട്രാൻസ്ഫർ ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെറ്റ് ബാങ്കിങ് നമ്മുടെ SBI ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലിങ്ക് ആവും. നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണാം. അതിന് എമൗണ്ട് ഫിംഗർ, ഇവിടെ എത്ര രൂപയാണോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എത്ര രൂപയാണോ അതൊന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെറ്റ് ബാങ്കിങ്ങിൻ്റെ സൈറ്റിലേക്ക് പോവും. ഇവിടെ നമുക്ക് യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കവിടെ ഇവിടെ കാണാം നമ്മുടെ ടൈപ്പ് ചെയ്ത എമൗണ്ട് എല്ലാം കാണാം. ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ കൺഫേം എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പാസ്വേഡ് വരും, നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, അതിൻ്റെ ഒരു OTP ഉണ്ടാവും. ആ OTP നമ്മൾ കോപ്പി പേസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ട്
ഇവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം അടിക്കുക. അപ്പോൾ നമുക്ക് കാണാം യുവർ പേയ്മെൻറ്റ് ഹാസ് സക്സസ്ഫുള്ളി. ഇത് നമുക്ക് ഒരു 5-10 മിനിറ്റിനകത്ത് മാത്രമേ നമുക്ക് അതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ വീണ്ടും ഫണ്ട്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്, മാനേജ് ഫണ്ട്സ്. ഇവിടെ അവൈലബിൾ ഫണ്ട്സ് എന്ന് പറഞ്ഞ് നോക്കാം. അവിടെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, പഴയ പൈസ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ ആ പൈസ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇതിലേക്ക് ആഡായി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജും വരുന്നതാണ്. വന്നിട്ടില്ല. ഇത്തരത്തിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് തുടക്കക്കാർക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞു തന്നതാണ്. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഡെറിവേറ്റീവിൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ കാണുന്നതിന് ഇവിടെ ഈ ഹെർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഇതിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ ട്രേഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ബിഗിനേഴ്സ് മാറ്റി ട്രേഡേഴ്സോ ഇൻവെസ്റ്ററോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എമൗണ്ട് കൂടിയ ഓപ്ഷൻസുകൾ, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും നിങ്ങൾ. അതുപോലെ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പൊസിഷൻസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളിവിടെ വാങ്ങിയ ഒരു സ്റ്റോക്ക് നമുക്കിവിടെ കാണാം. നമുക്ക് ഈ പോർട്ട്ഫോളിയോയിൽ വരാൻ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വരുന്നത്. പൊസിഷൻസിൽ നോക്കിയാൽ നമ്മൾ വാങ്ങിയത് അതിൻ്റെ എത്ര ലോസ് വന്നു അല്ലെങ്കിൽ പ്രോഫിറ്റ് വന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ മാനേജ് ഫണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതുവഴി നമുക്ക് വീണ്ടും ഫണ്ട് ആഡ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ മാനേജ് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മുടെ വാലറ്റിൽ എത്ര രൂപ ഉണ്ട്, ഫണ്ട് എത്ര അവൈലബിൾ ആണെന്ന് നമുക്കിവിടെ കാണാം. ഇവിടെ മാനേജ് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമുക്കിവിടെ ആഡ് ഫണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷൻ മതി. നമുക്ക് എപ്പോഴും വളരെ വേഗത്തിൽ പൈസ ഇതിലേക്ക് വാലറ്റിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിവിടെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നേരത്തെ കാണിച്ചതുപോലെ പൈസ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ മൈ ഓർഡർ, ഇവിടെ നമ്മൾ കൊടുത്ത ഓർഡർ ഇവിടെ കാണാം, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, പെൻഡിങ് ഒന്നുമില്ല. നേരത്തെ ക്യാൻസൽ ആയത് നേരത്തെ ഉള്ള 2 എണ്ണമാണ്, അതായത് ഫണ്ട് ആഡ് ചെയ്യുന്നതിന് മുന്നേ ചെയ്തത്. ഇത്രയാണ് ഇവിടെ പൊസിഷൻ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ നമുക്ക് കാണണമെങ്കിൽ നാളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചാനൽ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.